ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡെലീഷ്യസ് ഡിഷസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി കിഡിലെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തേങ്ങയുടെ പാലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു 4 കപ്പ് പാലാണ് കേട്ടോ ഉള്ളത്. ഇനി ഈ പാലിലേക്ക് ചേർത്താൻ വേണ്ടിയിട്ട് ഞാനിവിടെ കോൺഫ്ലവറിൻ്റെ ഒരു മിക്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 8 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ പാലിൽ നിന്ന് തന്നെ കുറച്ച് എടുത്തിട്ട് ഞാൻ ഇതൊന്ന് കട്ടകളില്ലാണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1 കപ്പ് പാലിന് 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ഒരു റേഷ്യോ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/2 കപ്പ് മുതൽ ഒരു 1/4 കപ്പിൻ്റെ ഇടയിലാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ മധുരമൊക്കെ നമ്മളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിത് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഗ്യാസിൽ വെക്കുകയാണ് കേട്ടോ. ഇനി ഇതൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നല്ലോണം ഒന്ന് ചൂടായിട്ട് തള വരുന്ന സമയത്താണ് ഇനി നമുക്ക് ഇതിൽ കോൺഫ്ലവറിൻ്റെ മിക്സ് ചേർത്തേണ്ടത് കേട്ടോ. അപ്പോൾ ഈ തേങ്ങാപ്പാലിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ പാൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ പാലാണെങ്കിലും ഈ പറഞ്ഞൊരളവിൽ തന്നെ ചേർത്താലും മതി. അപ്പോൾ ഇത് ചൂടായി വന്നപ്പോൾ ഞാൻ ആ കോൺഫ്ലവറിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇത് കൈ വിടാണ്ട് ഇളക്കി കൊടുക്കണം. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുറുകി വന്നോളൂ കേട്ടോ. അപ്പോൾ ഈ വെറും തേങ്ങാപ്പാൽ മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളത് ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഞാൻ മുകളിൽ ഐക്കാർട്ടിൽ അതിൻ്റെ ലിങ്ക് ഇടാം. പിന്നെ നിങ്ങൾക്ക് ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ഫ്ലേവറിന് വാനില എസൻസോ അല്ലാന്നുണ്ടെങ്കിൽ ഏലക്കായുടെ പൊടിയോ അല്ലെങ്കിൽ പട്ടയുടെ പൊടിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർത്താട്ടോ. ഇപ്പോൾ ഞാനിതിലൊന്നും ചേർത്തുന്നില്ല. ഈ സമയത്തൊക്കെ ഇത് നല്ലോണം അങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ തേങ്ങാപ്പാൽ എടുക്കുന്ന സമയത്ത് 1-ാം പാൽ മാത്രം എടുത്താൽ മതി കേട്ടോ. 2-ാം പാൽ 3-ാം പാൽ അങ്ങനെ ഒരുപാട് ലൂസാക്കി എടുക്കണ്ട. അപ്പോൾ നമ്മുടെ പുഡിങ് അത്ര ടേസ്റ്റി ആവില്ല, കുറച്ച് വെള്ളത്തിൻ്റെ ചോയൊക്കെ എടുക്കും. ഇതാകുമ്പോൾ നമുക്ക് നല്ല തേങ്ങാപ്പാലിൻ്റെ തന്നെ ടേസ്റ്റിൽ കിട്ടും. അപ്പോൾ ഇതാ കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ വരഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒലിച്ചു പോകാത്തൊരു കൺസിസ്റ്റൻസിൽ എത്തിയിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് താഴത്തേക്ക് ഇറക്കി വെക്കാം കേട്ടോ. ഇനി പെട്ടെന്ന് തന്നെ ഇത് സെറ്റ് ചെയ്യണം, അധികം സമയം പിടിക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടി കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മുന്തിരി, ഓറഞ്ച്, അനാറ്, അതുപോലെ തന്നെ നേന്ത്രപ്പഴമൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആപ്പിളൊക്കെ ഉണ്ടെങ്കിൽ ആപ്പിൾ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ആപ്പിളൊന്നും യൂസ് ചെയ്യുന്നില്ല, ഇതിലുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കുകയാണ്. അതുപോലെ തന്നെ മുന്തിരി ഇല്ലേ, മുന്തിരി നല്ല ചെറിയ മുന്തിരിയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യാതെ നേരെ അങ്ങോട്ട് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. നല്ല വലിയ മുന്തിരിയാണെന്ന് വെച്ചെങ്കിൽ ഒന്ന് സെൻറ്റർ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇനി നമുക്ക് പുഡിങ് ഒന്ന് സെറ്റ് ചെയ്ത് തുടങ്ങാം. അതിന് വേണ്ടി ഞാനൊരു ട്രേ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ഞാൻ ഓരോ ഫ്രൂട്ട്സായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാം. അതെല്ലാം വെച്ചാൽ റഫായിട്ട് ഇടുകയാണെങ്കിൽ അങ്ങനെ ഇട്ടാലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ ഓറഞ്ച് അധികം യൂസ് ചെയ്തിട്ടില്ല, മറ്റ് ഫ്രൂട്ട്സുകളാണ് കേട്ടോ അധികം യൂസ് ചെയ്തിട്ടുള്ളത്. ഓറഞ്ച് അങ്ങനെ ഇടയിൽ കടിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് എനിക്ക് തോന്നി അത് അത്ര നല്ലതാവില്ല എന്ന്. അതുകൊണ്ട് ഞാൻ ഓറഞ്ച് വളരെ കുറച്ച് യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി ആപ്പിൾ ഇട്ടാൽ മതിയായിരുന്നു എന്ന്. പിന്നെ അത് തോല് കളഞ്ഞ് അരിഞ്ഞെടുത്ത് വരുമ്പോഴത്തേനും നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ പാലിൻ്റെ മിക്സ് കട്ട് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അത് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ലെയർ ഫ്രൂട്ട്സ് വെച്ചതിന് മേലെ നമ്മൾ ഈ പാലിൻ്റെ മിക്സ്, അതിനുശേഷം പിന്നെ ഫ്രൂട്ട്സ്, പിന്നെ മിക്സ് ലെയറാക്കിയിട്ട് ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഏറ്റവും മുകളിൽ നമുക്കൊന്ന് മാക്സിമം ഒന്ന് ഒപ്പാക്കി കൊടുക്കുക കേട്ടോ. സ്പാച്ചിൽ യൂസ് ചെയ്തിട്ട് ഞാൻ ഒന്ന് ഇങ്ങനെ ഒപ്പാക്കി കൊടുക്കുന്നുണ്ട്. അതിന് മേലെ എന്നിട്ട് കുറച്ചുകൂടി ഫ്രൂട്ട്സ് ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മളിഷ്ടം പോലെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. പിന്നെ ഈ കാണിച്ച ഫ്രൂട്ട്സ് തന്നെ വേണമെന്നില്ല, നമ്മുടെ കയ്യിൽ എന്തൊക്കെയുള്ളത് അത് വെച്ചിട്ടൊക്കെ വേണം ചെയ്യാം. പിന്നെ പഴം വെച്ചിട്ടാണെങ്കിൽ പഴം വെച്ചിട്ട് ചെയ്യാം. ഇനി ഫ്രൂട്ട്സ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ വെറും ഈ പാല് മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അതെല്ലാം എന്നുവെച്ചാൽ നട്ട്സൊക്കെ വേണമെങ്കിൽ ഇടാം. അതൊക്കെ നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഓറഞ്ച് വെച്ചിട്ട് ഒരു ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാനിതൊരു 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടോ. തണുപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ഇത് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. അങ്ങനെ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഇത്രയും ഫ്രൂട്ട്സൊക്കെ ആയിട്ടുള്ള കാരണം കൊണ്ട് തന്നെ കുറച്ച് ഹെൽത്തിയാണ്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്.
പിന്നെ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്ന് വെച്ചെങ്കിൽ പ്ലീസ് ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. എങ്കിൽ മാത്രമേ ഇനിയും പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.